Activity 1. Take 2 cards from the box. Find the sum. Color the flower. പെട്ടിയിൽ നിന്ന് 2 കാർഡ് എടുക്കൂ, തുക കണക്കാക്കൂ, പൂവിന് നിറം കൊടുക്കൂ. ഇതാണ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു ബോക്സ് ഉണ്ട്, അതിൽ കാർഡ് എടുക്കുക. അതിനുശേഷം 65, 45, 70, 40, 60 ഈ നമ്പറുകൾ ആൻസർ വരുന്ന രീതിയിൽ തന്നിരിക്കുന്ന സംഖ്യകൾ, അതായത് ബോക്സിലെ കാർഡുകൾ കൂട്ടുക, ഈ സം കണ്ടുപിടിക്കുക, ആ പൂവിൽ എഴുതുക. അതാണ് ആക്ടിവിറ്റി. 40 + 30 70, 25 + 35 60, 20 + 25 45, 30 + 35 65, 10 + 30 40. ഇപ്രകാരം കൂടുതൽ സംഖ്യകളുടെ തുക കണക്കാക്കുക. രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ഉത്തരം മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ സംഖ്യകൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക. ഇതൊക്കെ ഈ പാഠത്തിൻ്റെ പ്രധാന പഠന ലക്ഷ്യങ്ങളാണ്. 10ഉം 15ഉം കൂട്ടാൻ പറയുമ്പോൾ 10ഉം 10ഉം കൂട്ടുക, അപ്പോൾ 20 കിട്ടും. അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടി 25 കിട്ടും. അതുപോലെ തന്നെ 15ഉം 15ഉം 30 എന്ന് പറയുമ്പോൾ അതിലെ ആ 10കൾ മാത്രം കൂട്ടുക, അപ്പോൾ 20 കിട്ടും. പിന്നീട് 5കൾ കൂട്ടിയാൽ ഒരു 10 കൂടെ കിട്ടും. 20ഉം 10ഉം 30. അങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടും. ആ ഒരു രീതിയിൽ മനക്കണക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഹാൻഡ് ബുക്കിൻ്റെ പേജാണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 46ൽ കൂട്ടി നോക്കൂ, കാർഡിൽ എഴുതൂ. ആ ഗെയിം കളിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ ഗ്രൂപ്പാക്കുക. അതിനുശേഷം തുക 70 വരുന്ന 2 രണ്ടക്ക സംഖ്യകൾ കണ്ടെത്തുക, അത് കാർഡിൽ എഴുതുക. അതുപോലെ തന്നെ തുക 60 വരുന്നത്, 40 വരുന്നത്, അപ്രകാരം 2 രണ്ടക്ക സംഖ്യകൾ കണ്ടെത്തുക, അവ കാർഡിൽ എഴുതുക. 100 തുകയായി വരുന്ന ജോഡികൾ കണ്ടെത്താനാണ്. 1 + 99 100, 2 + 98 100, 3 + 97 100. ഇപ്രകാരം എഴുതി നോക്കുക. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 47 പെയറിംഗ്, ജോഡിയാക്കാം എന്നുള്ള ആക്ടിവിറ്റിയാണ്. 1 + 9 10. പിന്നീട് 10 ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 10 ആൻസർ കിട്ടും എന്നുള്ളതാണ് എഴുതേണ്ടത്. 2 + 8 10 ആണ്. 3 + 7 10 ആണ്. 4 + 6 5 + 5. ഇപ്രകാരം എഴുതുക. അതിനുശേഷം 100 ആൻസറായിട്ട് വരുന്ന സംഖ്യകൾ എഴുതാനാണ്. അവിടെ 1 തന്നിട്ടുണ്ട്. 1ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 100 കിട്ടും? 99. പിന്നീട് 65 ആണ് അവിടെ തന്നിട്ടുള്ളത്. 65ൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 100 ആവും. അപ്പോൾ 10 വീതം കൂട്ടിക്കൂട്ടി നോക്കുന്നതാണ് ഇത് ചെയ്യാൻ എളുപ്പം. 65ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 75, ഒരു 10 കൂടെ കൂട്ടിയാൽ 85, ഒരു 10ഉം കൂടെ കൂട്ടിയാൽ 95. അപ്പോൾ 30 ആയി. 30 കൂടി, പിന്നീട് ഒരു 5ഉം കൂടെ കൂട്ടിയാൽ 100 ആവും. അപ്പോൾ 35 ഇവിടെ ആൻസറായിട്ട് വരും. അപ്രകാരം 60ൻ്റെ കൂടെ 10 4 പ്രാവശ്യം കൂട്ടിയാലാണ് 100 ആവുക. അപ്പം 40 കിട്ടും. അപ്രകാരം ചെയ്തു നോക്കുക. 1000ൻ്റെ ജോഡികൾ, പെയർസ് മേക്കിംഗ് 1000. 50 + 950 = 1000. 150 + 850 = 1000. പിന്നീട് 250 + ഡാഷ് = 1000. 250ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 1000 ആവും? 250യുടെ കൂടെ ഒരു 50 കൂടെ ചേർത്താൽ 300 ആവും. 300ൻ്റെ കൂടെ 700 കൂട്ടിയാലാണ് 1000 ആവുക. അപ്പോൾ 700ഉം 50ഉം 750, 750 എന്നവിടെ ആൻസർ കിട്ടും. അടുത്തത് 650 650, അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 1000 കിട്ടും. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 650ൻ്റെ കൂടെ ഒരു 50 കൂടെ ചേർക്കുക, അപ്പോൾ 700 ആവും. 700ഉം 300ഉം ആണ് 1000. അപ്പോൾ 300ഉം നമ്മൾ ആദ്യം ചേർത്ത 50 കൂടെ കൂട്ടിയാൽ 350 എന്നവിടെ ആൻസർ. ഇപ്രകാരം കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. 100 തുകയായിട്ട് വരുന്ന കൂടുതൽ ജോഡികൾ കണ്ടെത്താനായിട്ടാണ്. 49 + 51 = 100. അതുപോലെ 48 + 52, 47 + 53. ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. കൂടുതൽ എക്സാമ്പിൾസ് എഴുതുക. കണക്ട് ഓൾ പെയർസ് വിത്ത് ദ സം 100. ഇവിടെ ലൈൻ നോക്കിയാൽ മനസ്സിലാവും. 49 + 51 100 ആണ്. 48 + 52 100 ആണ്. 47 + 53, 46 + 54, 45 + 55. അത് കണ്ടിന്യൂ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 48ലെ തുണിക്കട, ക്ലോത്ത് ഷോപ്പ് എന്നുള്ള ആക്ടിവിറ്റി 500നെ 2 വ്യത്യസ്ത സംഖ്യകളുടെ തുകയായി എഴുതാനുള്ള പ്രവർത്തനമാണ്. അവിടെ ചിത്രത്തിലെ ഓരോ ഡ്രസ്സിൻ്റെയും എമൗണ്ട് വില തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് 500 രൂപയ്ക്ക് ഏതൊക്കെ 2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ആക്ടിവിറ്റി.
ഫസ്റ്റ് ഷർട്ട് 200 രൂപ. 200ൻ്റെ കൂടെ 300 കൂട്ടിയാലാണ് 500 ആവുക. അപ്പോൾ 300 രൂപയ്ക്ക് പിന്നീട് അവിടെ ഉള്ളത് ടീഷർട്ടാണ്. സാരിക്ക് 410 രൂപയാണ്. അപ്പോൾ 410ൻ്റെ കൂടെ 90 കൂടെ കൂട്ടിയാലാണ് 500 ആവുക. അപ്പോൾ അതിനുവേണ്ടി സ്കേർട്ടാണ് 90 രൂപയ്ക്ക് കിട്ടുക. അപ്പോൾ അതെടുക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 49 ആക്ടിവിറ്റിയാണ് ബ്യൂട്ടി ഓഫ് നമ്പേഴ്സ്, സംഖ്യാ സൗന്ദര്യം. 1, 3, 2. ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ നമ്പേഴ്സ് യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദീസ് ഡിജിറ്റ്സ് ഓൺലി വൺസ്? 123, 132, 213, 231, 321, 312. ഈ 6 അക്കങ്ങളാണ് 1, 2, 3 ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റുന്നത്. സംഖ്യകൾ ആവർത്തിക്കാതെ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദം? ഏറ്റവും വലിയ സംഖ്യ തന്നിരിക്കുന്നതിൽ 321 ആണ്. സ്മോളസ്റ്റ് നമ്പർ 123 ആണ്. ഇതിന്റെ സം 444, 444. 2, 3, 4 എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ ഏവ? ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 234, 243, 324, 342, 423, 432. ഇത്രയും സംഖ്യകളാണ് നിർമ്മിക്കാൻ പറ്റുക. അതിൽ ഏറ്റവും വലിയ സംഖ്യ 4 100ന്റെ സ്ഥാനത്ത് വരുന്ന 432 ആണ്. ചെറിയ സംഖ്യ 234. ഇവയുടെ സം എന്ന് പറയുമ്പോൾ 666 വരും. 3, 4, 5 എന്നീ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ 345, 354, 435, 453, 534, 543. ഇതിൽ ലാർജസ്റ്റ് നമ്പർ 543, സ്മോളസ്റ്റ് നമ്പർ 345, സം എന്ന് പറയുന്നത് 888. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ സം. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ്. ഇതിൽ സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തുകയിലെ അക്കങ്ങൾ ഒരേപോലെയാണ്. 666, 6 3 പ്രാവശ്യം എഴുതുന്നു. അതുപോലെ 444, 888 അക്കങ്ങൾ സെയിം തന്നെയാണ്. റൈറ്റ് ദ ആൻസേഴ്സ് വിതൗട്ട് ആക്ച്വലി ആഡിങ്. ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതാനാണ്. സേ ഹൗ യു ഡിഡ് ദം, എങ്ങനെ ചെയ്തു എന്നും. ഇപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് 310, 230, 310 പ്ലസ് 230. അപ്പോൾ അതിൽ നൂറുകളുടെ പൊസിഷനിൽ അക്കങ്ങൾ മാത്രം പ്ലസ് ചെയ്താൽ 300, 200, 500 വരും. 30, 10, 40. അപ്പോൾ 500, 40, 540. അത് ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്തത് 317 പ്ലസ് 230. ഇവിടെ 100ന്റെ സ്ഥാനത്തെ അക്കങ്ങൾ നോക്കുമ്പോൾ 3 നൂറുകളും 2 നൂറുകളുമാണ്. അപ്പോൾ 3 നൂറും 2 നൂറും കൂടെ വരുമ്പോൾ 500, 500 വരും. അതിനുശേഷം 17 പ്ലസ് 30 അത് പ്ലസ് ചെയ്താൽ 47 കിട്ടും. ഇപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 500 പ്ലസ് 47, 547. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 315, 315 പ്ലസ് 231, 231. ഇതിൽ നൂറുകൾ കൂട്ടുമ്പോൾ 500 വരും. പിന്നീട് പത്തുകളുടെ സ്ഥാനം മാത്രം എടുത്ത് കൂട്ടുവാണെങ്കിൽ 10ഉം 30ഉം 40 വരും. പിന്നീട് ഒന്നുകളുടെ സ്ഥാനം കൂട്ടുമ്പോൾ 5 1 6 വരും. അതിന് ടോട്ടൽ ചെയ്യുമ്പോൾ 500 പ്ലസ് 40 പ്ലസ് 6, 546, 546 എന്ന് കിട്ടും. നെക്സ്റ്റ് ലെറ്റ്സ് പ്ലേ ടുഗദർ. 2 കുട്ടികളാണ്, ബിബി, ജെബി. അവർക്ക് കിട്ടിയ നോട്ട്സിൻ്റെയും കോയിൻസിൻ്റെയും എണ്ണമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ബിബിയുടെ നോക്കാം. 200 റുപ്പിയുടെ നോട്ട് 2 പ്രാവശ്യം കിട്ടി. അപ്പോൾ എമൗണ്ട് 200, 200 പ്ലസ് 200 വരും, 400. അടുത്തത് 100 റുപ്പി നോട്ട് കിട്ടിയിട്ടേ ഇല്ല. പിന്നീട് 50 റുപ്പീസ് നോട്ട് 4 എണ്ണം കിട്ടി. 50 4 പ്രാവശ്യം എഴുതിയാൽ 200 വരും. അതുപോലെ 20 റുപ്പീസ് 3 പ്രാവശ്യം എഴുതിയ 60. 10 റുപ്പി 4 പ്രാവശ്യം 40, 40. 5 രൂപ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല. ബിബിക്ക് ലഭിച്ച ആകെ നോക്കുമ്പോൾ 400ഉം 200ഉം 600, 660, 660, 660, 40, 700. നെക്സ്റ്റ് ജെബിയുടെ നോക്കുകയാണെങ്കിൽ 200 രൂപ നോട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ എമൗണ്ട് 0. 100 റുപ്പി 2 പ്രാവശ്യം കിട്ടി. അപ്പോൾ 200 വരെ എമൗണ്ട്. 50 റുപ്പി 20 റുപ്പി ഒന്നും ജെബിക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് 10 രൂപ 5 എണ്ണം കിട്ടി. അപ്പോൾ 50, 50. 5 രൂപ നോട്ട് 2 എണ്ണം. അപ്പോൾ 10 രൂപ. ടോട്ടൽ 200ഉം 50ഉം 250, 250, 10, 260 ജെബിക്ക് ലഭിച്ചത്. 2 പേർ കൂടെ കിട്ടിയ നോക്കുമ്പോൾ 700 പ്ലസ് 260, 960, 960. ഇനി 1000 ആകാൻ എമൗണ്ട് നീഡഡ് ടു മേക്ക് ഇറ്റ് 1000 റുപ്പീസ്.
ഇപ്പോൾ 960 60 40 ആണ് 100. അപ്പോൾ 960 40 ആണ് 1000. ബിബിയും ജെബിയും അവർക്ക് കിട്ടിയ നമ്പേഴ്സിനെ എങ്ങനെ കൂട്ടി എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും എളുപ്പ വഴിയാണ് നോക്കുക. ഇവിടെ ജെബിയുടെതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. ബിബിയുടെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ 237 146 കൂട്ടുകയാണെങ്കിൽ അതിനെ ഓരോന്നും എൻ്റെ സ്ഥാനവില അനുസരിച്ചിട്ട് പിരിച്ചെഴുതിയിട്ടാണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. $237 and $146 added together gives 383. 237 146 കൂട്ടിയാൽ 383 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഡു വി ഗെറ്റ് ഓൺ ആഡിങ് 236 പ്ലസ് 148? അങ്ങനെയെങ്കിൽ 236 148 കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളത് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ 236, അപ്പോൾ ഡിക്രീസിങ് 1 അവിടെ കുറയാണ് നേരത്തെ ചോദ്യത്തിനെക്കാട്ടിലും. ഒപ്പം തന്നെ 148 കൂട്ടാൻ പറയുമ്പോൾ 146 നിന്നും ഇൻക്രീസ് ടു 2 കൂടുതലാണ്. അപ്പോൾ ടോട്ടൽ 384 വരും. പേജ് നമ്പർ 52-ൽ ലെറ്റ്സ് പ്ലേ ദിസ് നമ്പർ ഗെയിം. അപ്പോൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് കണ്ടെത്തുക. അവ ആഡിങ് മെത്തേഡ് എഴുതാനായിട്ടാണ്. 315 419. അപ്പോൾ അതിൽ 315 എന്ന് പറയുമ്പോൾ 300 പ്ലസ് 10 പ്ലസ് 5. 419 എന്ന് പറയുമ്പോൾ 400 പ്ലസ് 10 പ്ലസ് 9. അപ്പോൾ 100കൾ കൂട്ടുമ്പോൾ 300 400 700. 10കൾ കൂട്ടുമ്പോൾ 10 10 20. 9 5 14. ടോട്ടൽ വരുമ്പോൾ 734 വരും. പേജ് നമ്പർ 51-ൽ ചെയ്ത പോലെ ആഡിങ് മെത്തേഡ് എഴുതാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. മൈറ്റി വമ്പനെ കണ്ടെത്തൂ. സംഖ്യാ പിരമിഡാണ് തന്നിട്ടുള്ളത്. അടുത്തടുത്ത സംഖ്യകൾ കൂട്ടി തൊട്ട് മുകളിലെ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആ സംഖ്യകൾ കംപ്ലീറ്റ് ചെയ്യുക. ഹൗ ഡിഡ് വി ഗെറ്റ് 164? അങ്ങനെ ആ കിളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൈ ആഡിങ് 99 ആൻഡ് 65 വി ഗെറ്റ് 164. 99 65 കൂട്ടിയാലാണ് ഇവിടെ 164 ലഭിക്കുക. ഇഫ് 1 ഈസ് ആഡഡ് ടു 199, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 199 കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ എന്താവും? അത് 200 ആവും. അത് 200 ആകുമ്പോൾ തൊട്ട് മുകളിലത്തെ ബോക്സിൽ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ള 345 ഇൻ ദ സെക്കൻഡ് ലൈൻ 346 ആയിട്ട് മാറും. 590 in the third line becomes 591. So 999 will change to 1000. അപ്പോൾ ഏറ്റവും ടോപ്പിൽ 999 1000 ആയിട്ട് മാറും. ഇനി when 1 is added to 146, 146ന്റെ കൂടെയാണ് 1 കൂട്ടുന്നതെങ്കിൽ ഫസ്റ്റ് നമ്പറിൻ്റെ സെക്കൻഡ് ലൈൻ 345 346 ആവും. ഫസ്റ്റ് നമ്പറിൻ്റെ തേർഡ് ലൈൻ 590 592 ആയിട്ട് മാറും. 146ൻ്റെ കൂടെ 1 കൂടുമ്പോൾ 147. 147ഉം 199 കൂടെ കൂട്ടുമ്പോഴാണ് 346 വരിക. ആ ഒപ്പം തന്നെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ 146 അവിടെ 147 ആയി മാറി. അതിൻ്റെ ഇപ്പുറം 99 99 ഉണ്ട്. അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ മുകളിലുള്ള 245 246 ആയിട്ട് മാറും. അങ്ങനെയാണ് 590 592 ആയിട്ട് മാറുക. ആ കാൽക്കുലേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, സപ്പോസ് വി ആഡ് 2 to 199. 199ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ബി ദ മൈറ്റി വൺ ദെൻ? ഏറ്റവും ടോപ്പിലുള്ളതിന് എന്ത് സംഭവിക്കും? അപ്പോൾ 199ൻ്റെ കൂടെ 2 കൂട്ടിയാൽ അത് 201 ആവും. തൊട്ട് മുകളിലുള്ള 345 347 ആയിട്ട് മാറും. 590 592 ആവും. 999 പ്ലസ് 2 1001 ആയിട്ട് മാറും. If each of the four numbers at the bottom is increased by 1, how much would be the mighty one increase? താഴെയുള്ള 4 സംഖ്യകൾക്കൊപ്പം 1 വീതം കൂടിയാൽ. അത് ഏറ്റവും ബേസിലുള്ള സംഖ്യകൾ 199 146 99 65 ആണ്. അതിൻ്റെ കൂടെ 1 കൂടിയാൽ എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ടോപ്പിലുള്ളതിൻ്റെ കൂടെ 2 വീതം ആഡാവും. അതിൻ്റെ ടോപ്പിൽ 4 വീതം ആഡാവും. ഏറ്റവും ലാസ്റ്റ് 999ൻ്റെ കൂടെ 8 ആഡായിട്ട് അത് 1007 ആയിട്ട് മാറും. വണ്ടർലാൻഡ് ഓഫ് നമ്പേഴ്സ്, സംഖ്യകളുടെ അത്ഭുത ലോകം. ആദ്യ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് ലൈൻ, ആദ്യ ലൈനിലെ നമ്പേഴ്സ് കൂട്ടി നോക്കുക.
ഫിൽ അപ്പ് ദ അതർ സെൽ സോ ആസ് ടു ഗെറ്റ് സെയിം സം. അപ്പോൾ അതേ സം കിട്ടുന്ന രീതിയിൽ മറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള കോളങ്ങൾ ഫില്ല് ചെയ്യാനായിട്ടാണ്. ആദ്യ വരിയിലെ സംഖ്യകൾ കൂട്ടുമ്പോൾ 15 കിട്ടുക. തൊട്ട് താഴത്തെ വരിയിൽ 3 + 7 അത് 10 വരിക. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന വരിയിൽ 10ഉം 5ഉം 15, അവിടെ 5 വരും. അതിന് താഴെ 9ഉം 2ഉം തന്നിട്ടുണ്ട്. 9 2 11, പിന്നീട് 15 ആവാൻ 4 കൂടെ വേണം. ആ 4 ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ എഴുതുക. കംപ്ലീറ്റ് മാജിക് സ്ക്വയർ യൂസിങ് നമ്പേഴ്സ് ഫ്രം 23 to 31. 23 മുതൽ 31 വരെയുള്ള സംഖ്യകൾ എഴുതി മാന്ത്രിക ചിത്രം പൂർത്തിയാക്കാനാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് 26 + 31 + 24, അത് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നോക്കിയാൽ നമ്മൾക്ക് 81 കിട്ടും. അതിനനുസരിച്ച് ബാക്കി ഭാഗം 81 വരുന്ന രീതിയിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിനുശേഷം കുത്തിനെ നോക്കുകയാണെങ്കിൽ 26 25 കൂട്ടുകയാണെങ്കിൽ എത്രയാണ്, അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 81 വരിക നോക്കുക. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുക. സംഖ്യകൾ കൂട്ടുമ്പോൾ 2 സംഖ്യകളിൽ അധികമായിട്ട് വന്നാൽ എങ്ങനെ എഴുതി കൂട്ടുന്നതാണ് എളുപ്പമെന്നാണ്. അപ്പോൾ ഇവിടെ 26 31 24 അത് 3ഉം കൂടെ ഒരുമിച്ച് എഴുതി കൂട്ടുന്നതാണ് കൂടുതൽ എളുപ്പം. ടെൽ യുവർ ഫ്രണ്ട് വിച്ച് ഈസ് ദ ലാർജർ സം ഓഫ് ഈച്ച് പെയർ. ഓരോ ജോഡിയിലെയും വലിയ തുക ഏതെന്ന് ചങ്ങാതിയോട് പറയാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 56 + 75, 65 + 57. ഇത് രണ്ടും ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ആണ്. നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റിൻ്റെ സമ്മ 131, സെക്കൻഡ് കൂട്ടുമ്പോൾ 122 കിട്ടും. അപ്പോൾ 56 + 75 അതാണ് കൂടിയ സമ്മ കിട്ടുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 64 + 58, 46 + 85 അത് കൂട്ടുമ്പോൾ 46 + 85 131 അതാണ് വലിയ സംഖ്യ. See the amount of drinking water supplied during the 4 days of Math Fest. ഗണിതോത്സവത്തിന് 4 ദിവസങ്ങളായിട്ട് വിതരണം ചെയ്ത കുടിവെള്ളത്തിന്റെ അളവാണ് ലിറ്ററിൽ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ദിവസം 437 ലിറ്റർ, രണ്ടാമത്തെ ദിവസം 524 ലിറ്റർ, മൂന്നാമത്തെ ദിവസം 581 ലിറ്റർ, നാലാമത്തെ ദിവസം 448 ലിറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 days. ആദ്യ 2 ദിവസം സപ്ലൈ ചെയ്ത വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 437 524 കൂടെ കൂട്ടിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈ ഡ്യൂറിങ് ദ ലാസ്റ്റ് 2 days. അതായത് ലാസ്റ്റ് 2 days എന്ന് പറയുമ്പോൾ 3-4 ദിവസങ്ങളിലാണ്. ഹൗ മച്ച് വാട്ടർ വാസ് സപ്ലൈഡ് ഓൾ ദീസ് 4 days. 4 ദിവസം കൂടി സപ്ലൈ ചെയ്ത വാട്ടറിന്റെ അളവും കൂടി കണ്ടുപിടിക്കണം. ആദ്യ 2 ദിവസം നോക്കുമ്പോൾ 437 + 524 961 ലിറ്റർ കിട്ടും. 3-4 ദിവസം 581 + 448 1029. ഇനി 4 days കൂടെ നോക്കുമ്പോൾ 1029 + 961 1990 1990 ലിറ്റേഴ്സ് ആണ് 4 ദിവസം കൂടി സപ്ലൈ ചെയ്തത്. 281 കിഡ്സ് ഫ്രം കദ്രണി സ്കൂൾ ആൻഡ് 348 കിഡ്സ് ഫ്രം ആരണി സ്കൂൾ വിസിറ്റഡ് ദ മാത്ത് ഫെസ്റ്റ്. ഹൗ മെനി ഇൻ ഓൾ. അപ്പോൾ 2 സ്കൂളുകളുടെ പേര് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന കുട്ടികളുടെ എണ്ണം കൂടി കൂട്ടുക. ആകെ എത്ര പേരാണ് പ്രദർശനം കാണാൻ എത്തിയതെന്ന് കണ്ടുപിടിക്കുക. പേജ് നമ്പർ 56, പാറ്റേണുകളുടെ ലോകം, വേൾഡ് ഓഫ് പാറ്റേൺസ്. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ പാറ്റേൺസ് ഓൺ ദ വാൾസ് ഓഫ് ദി എക്സിബിഷൻ ഹാൾ. കംപ്ലീറ്റ് ദ പാറ്റേൺസ്. 2 വ്യത്യസ്ത തരം നമ്പർ പാറ്റേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതവിടെ കംപ്ലീറ്റ് ചെയ്യുക. സ്വന്തമായിട്ടൊരു പാറ്റേൺ നിർമ്മിക്കുക. The maximum sum of 2 3-digit numbers will be 1998. മൂന്നക്ക സംഖ്യകളുടെ ഏറ്റവും മാക്സിമം സം എന്ന് പറയുന്നത് 1998 ആയിരിക്കും. കാരണം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999 ആണ്. അത് 2 പ്രാവശ്യം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ആയിരിക്കും മൂന്നക്ക സംഖ്യകളെ ഏറ്റവും വലിയ സംഖ്യ കൂട്ടുമ്പോഴുള്ളത്. All visitors to the Math Fest are given saplings of fruit trees. ഗണിത എക്സിബിഷൻ കാണാൻ എത്തുന്ന എല്ലാവർക്കും ഫലവൃക്ഷത്തൈകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം ദിവസം കൊടുത്ത നെല്ലിയുടെ എണ്ണം ഗൂസ്ബെറി നെല്ലിയാണ്. പിന്നീട് മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഗോവ. ഓരോ ദിവസവും കൊടുത്ത ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും കൊടുത്ത എണ്ണം കൊടുത്തിട്ടുണ്ട്. വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ കൊടുത്ത പ്ലാന്റ് ഏതാണ്. അപ്പോൾ അത് ടോട്ടൽ ചെയ്താലേ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഇവിടെ ഗൂസ്ബെറിയാണ് ഏറ്റവും അധികം കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി മാംഗോ സാപ്ലിങ്സ് വേ ഗിവൺ. ഏറ്റവും മാവിൻ തൈകൾ എത്ര എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മേക്ക് എ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ
ടേബിൾ വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക, ആൻസർ കണ്ടെത്താനായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ടേബിൾ ബേസ് തയ്യാറാക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ മെനി സാപ്ലിങ്സ് ഹാവ് ഗിവൺ ഇൻ ടോട്ടൽ? ആകെ എന്തേരെ സാപ്ലിങ്സ് ആണ് വിതരണം ചെയ്തത്? ഹൗ മെനി ഗോവ സാപ്ലിങ്സ് വേർ ഗിവൺ? എത്ര പേരത്തൈകളാണ് നൽകിയത്? ഹൗ മെനി സാപ്ലിങ്സ് ഹാവ് ഗിവൺ ഇൻ ഫസ്റ്റ് 2 days? ആദ്യ 2 ദിവസം എത്ര എണ്ണമാണ് നൽകിയത്? വിച്ച് സാപ്ലിങ്സ് വാസ് ഗിവൺ ലെസ് ഓൺ ദ സെക്കൻഡ് ഡേ ദാൻ ഓൺ ദ ഫസ്റ്റ് ഡേ? ഏത് സാപ്ലിംഗ് ആണ് സെക്കൻഡ് ഡേയിൽ കുറവ് നൽകിയത്? ആദ്യ ദിവസത്തേക്കാളിലും കുറവായിട്ട് ഏത് സാപ്ലിംഗ് ആണ് നൽകിയത്? അപ്പോൾ ഇവിടെ എല്ലാ സാപ്ലിങ്സും സെക്കൻഡ് ഡേയിലാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ജാക്ക് ഫ്രൂട്ട് മാത്രം സെക്കൻഡ് ഡേയിൽ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. See the number of Manjadi seeds the kids in Bibi's school collected for the Math Fest. മാത്ത് ഫെസ്റ്റിന് വേണ്ടി ബിബിയുടെ സ്കൂളിലെ കുട്ടികൾ കളക്ട് ചെയ്ത മഞ്ചാടിയുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. ക്ലാസ് 1 കുട്ടികൾ, ക്ലാസ് 1 2 ഡിവിഷൻ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ കാണാം. ക്ലാസ് 2 2 ഡിവിഷൻ, ക്ലാസ് 3, ക്ലാസ് 4, അങ്ങനെ ഓരോ ക്ലാസ്സിലും 2 ഡിവിഷൻ വെച്ചുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കളക്റ്റഡ് ബൈ ഈച്ച് ക്ലാസ്. അപ്പോൾ 2 ഡിവിഷനിലെ എണ്ണം കൂട്ടിയാൽ ഓരോ ക്ലാസ്സിൻ്റെയും മഞ്ചാടുകളുടെ എണ്ണം കിട്ടും. വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ? കൂടുതൽ കളക്ട് ചെയ്തത് 1ാം ക്ലാസ്സിലെ കുട്ടികളാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് സീഡ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. ആരോഹണ ക്രമത്തിൽ കണ്ടെത്തിയ സീഡ്സിൻ്റെ എണ്ണത്തിന് എഴുതാനായിട്ടാണ്, അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക്. ഇനി ഡി ക്വസ്റ്റ്യൻ, വിച്ച് 2 ക്ലാസ്സസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 1120? 1120 ആണെങ്കിൽ ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികൾ കളക്ട് ചെയ്ത മഞ്ചാടികളുടെ എണ്ണം കൂട്ടണമെന്നാണ്. അപ്പോൾ 525 595 ആണ് ഇവിടെ 1120 വരിക. അത് കണ്ടെത്തിയത് 2ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ടാണ്. In the question, the number of seeds collected together by 2 classes and 5 more makes 1200. Which are the 2 classes? അപ്പോൾ അതിൽ ഓപ്ഷൻസ് നോക്കാം. എ ഓപ്ഷനിൽ ക്ലാസ് 1, ക്ലാസ് 2. അപ്പോൾ അവർ ക്ലാസ് 1ലെയും ക്ലാസ് 2ലെയും കുട്ടികൾ കണ്ടെത്തിയ മഞ്ചാടുകളുടെ എണ്ണം കൂട്ടുക. കൂട്ടിക്കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. അപ്പോൾ 1200 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്രകാരം എല്ലാ ഓപ്ഷൻസും നോക്കുക. ക്ലാസ് 2, ക്ലാസ് 3 നോക്കുകയാണെങ്കിൽ 1115 ആണ് കിട്ടുന്നത്. ക്ലാസ് 1, ക്ലാസ് 4 കൂട്ടുമ്പോൾ 1195 കിട്ടും. അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ 1200 കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഹൗ മെനി മോർ ഡസ് ഈച്ച് ക്ലാസ് നീഡ് ടു മേക്ക് 1000? ഓരോ ക്ലാസ്സുകാരും കണ്ടെത്തിയ മഞ്ചാടിയുടെ കൂടെ എത്ര എണ്ണം കൂടെ ചേർന്നാൽ 1000 ആകും? ഇപ്പോൾ 1ാം ക്ലാസ് ആണെങ്കിൽ 600 എണ്ണമാണ് കളക്ട് ചെയ്തത്, അതിൻ്റെ കൂടെ 400 കൂടെ ചേർന്നാൽ 1000 ആകും. 2ാം ക്ലാസ് ആണെങ്കിൽ 525, അതിൻ്റെ കൂടെ 475 കൂടെ ചേർന്നാൽ 1000 ആകും. അപ്രകാരം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 59-ലെയാണ്. ക്യാൻ യു കണ്ടിന്യൂ ദ പാറ്റേൺസ്? നമ്പർ പാറ്റേൺസ് കണ്ടിന്യൂ ചെയ്യുക. വിച്ച് ഓഫ് ദീസ് ഇൻക്രീസ്ഡ് ബൈ 200 ഈച്ച്? 200 വീതം കൂടിക്കൂടി പോകുന്ന നമ്പർ പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ടാണ്. അതവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുത്തനി സ്കൂൾ സ്റ്റോർ ഗോട്ട് 847 rupees ഓൺ ഫസ്റ്റ് ഡേ. സ്കൂൾ സ്റ്റോറിൽ ആദ്യ ദിവസം 847 രൂപ കിട്ടി. നെക്സ്റ്റ് ഡേയിൽ ഗോട്ട് 500 rupee 500 രൂപയും 100 rupee നോട്ട് ഒരു 100 രൂപ, ഒപ്പം തന്നെ 5 50 rupee നോട്ട്സ് 5 50 രൂപ ആൻഡ് 2 rupee കോയിൻസ് 2 രൂപ കോയിൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ ദേ ഗോട്ട് മോർ? അവർക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയത് ഏത് ദിവസമാണെന്നാണ് ഗസ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. അവിടെ മൈ ഗസിൻ്റെ അവിടെ എഴുതുക. ഇനി മൈ കാൽക്കുലേഷൻസ് കറക്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ഡേയിൽ 847 തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡേയിൽ 500 + 100 + 250 + 4 രൂപ 854 രൂപയാണ്. അപ്പോൾ കൂടുതൽ കിട്ടിയത് സെക്കൻഡ് ഡേയിലാണ്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ ഫോർ ദീസ് 2 days? ഈ 2 ദിവസം കൂടി അവർക്ക് എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുക എന്നുള്ള ഏകദേശം ബിറ്റ്വീൻ, മൈ ഗേൾസ് ഈസ് ബിറ്റ്വീൻ, ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കാണെന്നുള്ള അവിടെ ഊഹ എഴുതുക. ഇനി അതിൻ്റെ കാൽക്കുലേഷനും ടോട്ടൽ ചെയ്ത് എഴുതുക. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സംസ് ബിലോ ഗിവ് 846? 846 കിട്ടുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ആൻസർ 329 + 517 ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻസ്, ഡു ദിസ് സംസ് ഇൻ യുവർ ഹെഡ്, ടെൽ ദ മെത്തേഡ്. മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ്. മെത്തേഡും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 100കളുടെ സ്ഥാനം കൂട്ടുക, അതിനുശേഷം 10കളുടെ സ്ഥാനം കൂട്ടുക, അങ്ങനെ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുക. സംഖ്യകൾ തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധം അറിഞ്ഞാൽ ഇത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യിക്കുക.